സ്വാഗതം. നിങ്ങൾ ഈ കീബോർഡിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ അക്ഷരങ്ങൾ സ്ക്രീനിൽ വരുന്നതും പിന്നെ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ കാര്യങ്ങൾ നടക്കുന്നതും ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? കമ്പ്യൂട്ടറും നമ്മളും തമ്മിലുള്ള ഈ ഒരു ബന്ധമുണ്ടല്ലോ, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളും ഡാറ്റ കൈമാറ്റ രീതികളും എന്നൊരു ലേഖനം നമ്മുടെ കയ്യിലുണ്ട്. അതിലെ പ്രധാന കാര്യങ്ങൾ നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട്, അതായത് IO ഉപകരണങ്ങൾ? ലളിതമായി പറഞ്ഞാൽ ഇവ കമ്പ്യൂട്ടറിന്റെ കണ്ണും കാതും കൈകളുമൊക്കെയാണ്, അല്ലേ? കീബോർഡ്, മൗസ്, മോണിറ്റർ, പ്രിന്റർ അങ്ങനെയുള്ളവ. ഇവയെ നമ്മൾ പെരിഫറലുകൾ എന്നും പറയാറുണ്ട്, ശരിയല്ലേ? ഇവ വഴിയാണ് നമ്മൾ കമ്പ്യൂട്ടറിനോട് സംസാരിക്കുന്നതും കമ്പ്യൂട്ടർ നമ്മളോട് സംസാരിക്കുന്നതും. ശരിയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ, അതായത് പ്രോസസ്സർ, പിന്നെ മെമ്മറി, ഇതൊക്കെ ഭയങ്കര സ്പീഡിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങളാണ്. എന്നാൽ ഈ പെരിഫറലുകൾ, ഈ കീബോർഡും മൗസുമൊക്കെ പലതും അത്ര വേഗതയില്ലാത്തവയാണ്. ചിലപ്പോൾ മെക്കാനിക്കൽ ഭാഗങ്ങൾ പോലുമുണ്ടാകും. നമ്മൾ ഇലക്ട്രോ മെക്കാനിക്കൽ എന്ന് പറയും. അപ്പോൾ ഈ വേഗതയിലുള്ള വ്യത്യാസം, പിന്നെ ഡേറ്റ കൈകാര്യം ചെയ്യുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. പ്രോസസ്സർ വേർഡായിട്ടാണെങ്കിൽ പെരിഫറൽ ചിലപ്പോൾ ബൈറ്റായിട്ടായിരിക്കും ഡേറ്റ എടുക്കുന്നത്. ഇതൊരു വലിയ വ്യത്യാസമാണ്. ഓഹോ, അപ്പോ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ? അതായത് സ്പീഡ് കൂടിയ ആളും കുറഞ്ഞ ആളും തമ്മിൽ സംസാരിക്കാൻ ശ്രമിക്കുന്ന പോലെ. അതെങ്ങനെയാ ശരിയാക്കുന്നത്? അവിടെയാണ് ഈ IO ഇന്റർഫേസ് അല്ലെങ്കിൽ IO മോഡ്യൂൾ എന്ന് പറയുന്ന ആളിന്റെ റോള്. ഇതൊരു മധ്യവർത്തിയാണ്. ഒരു ട്രാൻസ്ലേറ്ററെന്നോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റ് എന്നൊക്കെ പറയാം. ഇത് ആ വേഗതയുടെ പ്രശ്നം പരിഹരിക്കും, ഡേറ്റയുടെ ഫോർമാറ്റ് മാറ്റും, പിന്നെ കുറച്ചുനേരം ഡേറ്റ സൂക്ഷിക്കാനൊരു ബഫറുണ്ടാവും. കൈമാറുമ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റുമോ നോക്കാനും സംവിധാനമുണ്ട്. എറർ ഡിറ്റക്ഷൻ. ചുരുക്കി പറഞ്ഞാൽ പ്രോസസ്സറും പെരിഫറലും തമ്മിൽ സുഗമമായി സംസാരിക്കാൻ സഹായിക്കുക. അതാണ് ഇന്റർഫേസിന്റെ പണി. കൊള്ളാം, അത് നന്നായി. അപ്പോ ഈ ഇന്റർഫേസും പ്രോസസ്സറും മെമ്മറിയും ഒക്കെ തമ്മിൽ എങ്ങനെയാ കണക്ട് ചെയ്തിരിക്കുന്നേ? എങ്ങനെയാണ് ഈ വിവരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്? അതിനാണ് സിസ്റ്റം ബസ് എന്ന് പറയുന്ന ഒരു സംഭവമുള്ളത്. നമുക്കിതിനെ കമ്പ്യൂട്ടറിനുള്ളിലെ ഒരു ഹൈവേ നെറ്റ്വർക്ക് പോലെ കാണാം. ഇതിന് പ്രധാനമായിട്ട് 3 ലൈനുകളുണ്ട്. അഡ്രസ് ബസ്, ഇത് ഡേറ്റ എങ്ങോട്ട് പോകണമെന്നുള്ള വിലാസം പറയാനാണ്. പിന്നെ ഡേറ്റാ ബസ്, യഥാർത്ഥ ഡേറ്റ പോകുന്നത് ഇതിലൂടെയാണ്. മൂന്നാമത്തത് കൺട്രോൾ ബസ്, എന്ത് ചെയ്യണം, അതായത് വായിക്കണോ എഴുതണോ എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനാണിത്. അപ്പോൾ പ്രോസസ്സറിന് പ്രിന്ററിനോട് എന്തെങ്കിലും പറയണമെങ്കിൽ ആദ്യം പ്രിന്ററിന്റെ അഡ്രസ് ബസ്സിൽ കൊടുക്കും. ഓക്കേ. എന്ത് ചെയ്യണമെന്ന് കൺട്രോൾ ബസ്സിലൂടെ പറയും. പിന്നെ ഡേറ്റാ ബസ്സിലൂടെ പ്രിന്റ് ചെയ്യാനുള്ള സാധനം അയച്ചു കൊടുക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. മനസ്സിലായി. ഒരു ഓർഡർ ഉണ്ട് അതിന്. ഈ ഇന്റർഫേസ് അല്ലാതെ ഡിവൈസ് കൺട്രോളർ എന്നും കേട്ടിട്ടുണ്ടല്ലോ. അതും ഇതുപോലെ തന്നെയാണോ, അതോ വ്യത്യാസമുണ്ടോ? ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇന്റർഫേസ് സാധാരണ ഒരു ഉപകരണത്തെ സിസ്റ്റം ബസ്സുമായി ബന്ധിപ്പിക്കുന്നു. പക്ഷേ ഡിവൈസ് കൺട്രോളർ എന്ന് പറയുന്നത് പലപ്പോഴും ഒരേപോലെയുള്ള ഒന്നിലധികം ഉപകരണങ്ങളെ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. ഉദാഹരണത്തിന് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പുറകിലുള്ള USB പോർട്ടുകൾ കണ്ടിട്ടില്ലേ? അതെല്ലാം ഒരു USB കൺട്രോളറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ശരിയാണ്. ആ കൺട്രോളറാണ് പിന്നെ പല USB ഡിവൈസുകളെയും, പെൻഡ്രൈവ്, മൗസ് ഒക്കെ മാനേജ് ചെയ്യുന്നത്. ഒരു ഡിപ്പാർട്ട്മെന്റ് മാനേജർ പോലെ. ഇത് കാരണം നമുക്ക് സിസ്റ്റത്തിൽ വലിയ മാറ്റം വരുത്താതെ തന്നെ ഉപകരണങ്ങൾ മാറ്റാനും അപ്ഗ്രേഡ് ചെയ്യാനുമൊക്കെ എളുപ്പമാണ്. ഓക്കെ, അപ്പം ഡിവൈസ് ഡ്രൈവർ എന്ന് പറയുന്നതോ, അത് ഹാർഡ്വെയർ ആണോ അതോ സോഫ്റ്റ്വെയർ ആണോ? അത് പൂർണ്ണമായും സോഫ്റ്റ്വെയർ ആണ്, ഹാർഡ്വെയർ അല്ല. ഈ ഹാർഡ്വെയർ ഉപകരണം, അതായത് പ്രിന്റർ പോലെയുള്ളവ, പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS ഇല്ലേ, ആ OSഉം തമ്മിൽ സംസാരിക്കാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ പരിഭാഷകനാണ് ഈ ഡ്രൈവർ. നമ്മൾ OSൽ പ്രിന്റ് എന്ന് കൊടുക്കുമ്പോൾ ആ കമാൻഡിനെ പ്രിന്ററിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് മാറ്റുന്നത് ഈ ഡ്രൈവറാണ്. പണ്ടൊക്കെ പുതിയ ഉപകരണം മേടിക്കുമ്പോൾ ഒരു CD കിട്ടുമായിരുന്നല്ലോ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ. അതെ, അത് ഓർമ്മയുണ്ടല്ലേ? ഇപ്പോൾ പ്ലഗ് ആൻഡ് പ്ലേ വന്നതുകൊണ്ട് മിക്കവാറും ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും. അതാണ് വ്യത്യാസം. ശരിയാണ്, അത് വലിയൊരു സൗകര്യമായി. ഇനി ഈ ഡേറ്റ കൈമാറുന്ന രീതികളെക്കുറിച്ചുകൂടി പറയാമോ? സിങ്ക്രണസ്, അസിങ്ക്രണസ് എന്നൊക്കെ ആ ലേഖനത്തിൽ കണ്ടു. അതെന്താണ്?
പ്രധാനമായിട്ടും 2 രീതികളുണ്ട്. സിങ്ക്രണസും അസിങ്ക്രണസും. അയക്കുന്ന ആളും വാങ്ങുന്ന ആളും ഒരേ ക്ലോക്ക് സിഗ്നൽ, അതായത് ഒരേ താളം ഉപയോഗിച്ചാണ് ഡേറ്റ കൈമാറുന്നതെങ്കിൽ അത് സിങ്ക്രണസ്. എന്നാൽ 2 പേർക്കും അവരവരുടെ ക്ലോക്ക് സിഗ്നലുണ്ട്. അവർ തമ്മിൽ യോജിപ്പിക്കാൻ ചില പ്രത്യേക സിഗ്നലുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അസിൻക്രോണസ്. മിക്കവാറും ഈ പെരിഫറലുകളൊക്കെ പ്രോസസ്സറുമായി അസിൻക്രോണസ് ആയിട്ടാണ് ഡേറ്റ കൈമാറുന്നത്. കാരണം വേഗതയുടെ വ്യത്യാസമൊക്കെയുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഈ അസിൻക്രോണസ് രീതിയിൽ ഡേറ്റ അപ്പുറത്തെത്തിയോ കൃത്യമായി കിട്ടിയോ എന്നൊക്കെ എങ്ങനെ ഉറപ്പുവരുത്തും? ഒരു താളമില്ലല്ലോ. നല്ല ചോദ്യമാണ്. അതിനാണ് സാധാരണയായി ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറയുന്ന ഒരു രീതി ഉപയോഗിക്കുന്നത്. നമ്മളൊരു സാധനം കൊറിയർ അയക്കുമ്പോൾ ഡെലിവറി കൺഫർമേഷൻ കിട്ടുന്ന പോലെയാണ്. ഡേറ്റ അയക്കുന്നയാള് ഡേറ്റ അയച്ചിട്ട് പറയും, ഡേറ്റ വാലിഡാണ്, എടുത്തോളൂ. സ്വീകരിക്കുന്നയാൾ ഡേറ്റ എടുത്തു കഴിയുമ്പോൾ ഒരു സിഗ്നൽ തിരിച്ചു കൊടുക്കും, ഡേറ്റ കിട്ടി, ഇനി അടുത്തത് അയച്ചോ എന്ന്. ഇതിനെയാണ് ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറയുന്നത്. ഇത് ഡേറ്റ നഷ്ടപ്പെടുന്നില്ല, കൃത്യമായി എത്തുന്നു എന്നൊക്കെ ഉറപ്പാക്കും. നമ്മളൊരു പെൻഡ്രൈവ് കമ്പ്യൂട്ടറിൽ കുത്തുമ്പോഴും ഇതുപോലൊരു ഹാൻഡ് ഷേക്കിംഗ് നടക്കുന്നുണ്ടാവുമല്ലേ പിന്നണിയിൽ? ഏകദേശം അതുപോലെയൊരു സംസാരം നടക്കുന്നുണ്ട്, തീർച്ചയായും. വളരെ രസകരമായിരിക്കുന്നു. അപ്പം നമ്മൾ ഈ കാണുന്ന കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ലോകം പുറമേ കാണുന്നതിനേക്കാൾ എത്രയോ ചിട്ടയോടും കൃത്യതയോടുമാണല്ലേ പ്രവർത്തിക്കുന്നത്? ഈ പറഞ്ഞ ഇന്റർഫേസുകൾ, ബസ്സുകൾ, കൺട്രോളറുകൾ, ഡ്രൈവറുകൾ, പിന്നെ ഈ ഹാൻഡ് ഷേക്കിംഗ് രീതികൾ, ഇതൊക്കെ ചേർന്നാണ് നമ്മുടെ ഓരോ ക്ലിക്കും സ്ക്രീനിലെ ഓരോ അക്ഷരവുമൊക്കെ യാഥാർത്ഥ്യമാകുന്നത്. തീർച്ചയായും ഓരോന്നിനും അതിൻ്റേതായ പങ്കുണ്ട്. നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഓരോ സെക്കൻഡിലും കമ്പ്യൂട്ടറിനുള്ളിൽ നടക്കുന്നുണ്ട്. ഒരു കീബോർഡ് ബട്ടൺ അമർത്തുമ്പോൾ അത് സ്ക്രീനിൽ വരുന്നതുവരെയുള്ള ആ ചെറിയ യാത്രയിൽ പോലും ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ വിവരങ്ങളൊക്കെ കേട്ടപ്പോൾ കമ്പ്യൂട്ടർ എങ്ങനെയാണ് പുറം ലോകവുമായി ബന്ധപ്പെടുന്നതെന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒരു കാര്യം കൂടി ആലോചിച്ചു നോക്കൂ. നമ്മളിപ്പം സംസാരിച്ചത് സാധാരണ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളുടെ കാര്യമാണ്. എന്നാൽ ഭയങ്കര ശേഷിയുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകൾ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന വളരെ ചെറിയ സ്മാർട്ട് വാച്ചുകൾ, ഇതിലൊക്കെ ഈ IO സംവിധാനങ്ങളും ഡാറ്റ കൈമാറ്റ രീതികളും എങ്ങനെയായിരിക്കും? അതിന് വ്യത്യാസങ്ങളുണ്ടാവില്ലേ? അവയുടെ ആവശ്യങ്ങളും വെല്ലുവിളികളും ഒരുപക്ഷെ വളരെ വ്യത്യസ്തമായിരിക്കും, അതല്ലേ? അതൊരു പക്ഷേ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നൊരു വിഷയമാണ്.